കണ്ണൂർ കതിരൂരിൽ ബി.ജെ.പി. വാർഡ് മെമ്പറുടെ വീടിന് നേരെ ബോംബേറ്. ബി.ജെ.പി. കൂത്തുപറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പി. മജിഷയുടെ വീടിന് നേരെയാണ് ബോംബെറിഞ്ഞത്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. കതിരൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കതിരൂരിൽ ബി.ജെ.പി. വാർഡ് മെമ്പറുടെ വീടിന് നേരെയാണ് ബോംബേറുണ്ടായിരിക്കുന്നത്, പറയൂ. ഗോപികൻ, ഏതാണ്ട് 8:50 കൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കതിരൂർ പത്തായക്കുന്നിലാണ് ബി.ജെ.പി. വാർഡ് മെമ്പറുടെ വീടിന് നേരെ ബോംബേർ നടന്നത്. പാട്യം 16-ാം വാർഡ് മെമ്പറും ബി.ജെ.പി. കൂത്തുപറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റുമായ പി. മജീഷയുടെ വീടിന് നേരെയാണ് ബോംബെറിഞ്ഞത്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ബോംബെറിഞ്ഞ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ഒരു ബോംബ് വീടിന്റെ മുറ്റത്തും മറ്റൊന്ന് വീടിന്റെ മുന്നിലെ റോഡിലുമാണ് എറിഞ്ഞത്. കതിരൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ കൂത്തുപറമ്പ് മണ്ഡലം NDA സ്ഥാനാർത്ഥിയായ ഷിജിലാലിന്റെ പ്രചരണം നടക്കുന്നതിനിടെ ബ്രഹ്മമുക്ക് എന്ന സ്ഥലത്ത് വെച്ച് CPM-ന്റെ ക്രിമിനലായ നായ്ക്കുട്ടി മനോജ് എന്ന് പറയുന്ന വ്യക്തി ഈ NDA സ്ഥാനാർത്ഥിയെയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട സ്ഥലത്തെത്തിയ ബി.ജെ.പി. പ്രവർത്തകരെയും ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഭീഷണിപ്പെടുത്തിയ അതായത് നായ്ക്കുട്ടി മനോജ് ഭീഷണിപ്പെടുത്തിയത് ഇന്നിപ്പോൾ ബോംബേർ നടന്ന മജിഷയുടെ നേരെ അടക്കം ഭീഷണി ഇയാൾ നടത്തിയിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. പ്രവർത്തകർ കതിരൂർ പോലീസിൽ പരാതി നൽകുകയും അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് രണ്ട് ക്രിമിനലുകൾ ഈ മജിഷയുടെ വീടിന് നേരെ ബോംബേർ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അവർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് വീടിന് പുറത്ത് ആളുകൾ ഉണ്ടായിരുന്നു. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഗോപിക, ശരി, കതിരൂരിൽ ബി.ജെ.പി. വാർഡ് മെമ്പറുടെ വീടിന് നേരെയാണ് ബോംബേറുണ്ടായിരുന്നത്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.